എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നെന്താ ഈ ഡ്രസ്സ് ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഈ ഡ്രസ്സ് കുറച്ച് ലൈറ്റ് കളറൊക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഴുക്കൊക്കെ പിടിക്കുമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു ടർക്കിയുണ്ട്, ഇത് അങ്ങോട്ട് ചുറ്റുമൊക്കെ ഇത് വന്ന് ഇന്നിപ്പോൾ തോന്നി മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് നമ്മുടെ ഏപ്രനെ എടുത്തിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ഏപ്രൻ, കൊള്ളാമോ? കുറച്ച് ഇതൊക്കെ പൊടിയൊക്കെ പറ്റിയതിൻ്റെ കിരിപ്പുണ്ട്, അത് കാണുന്നുണ്ടോ അറിയില്ല അല്ലേ. പിന്നെന്താ, അപ്പം ഇന്ന് തേങ്ങയായിട്ടല്ല തുടങ്ങിയേക്കണത്, തേങ്ങ അരച്ച് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ട്രിപ്പും കൂടെ അരയ്ക്കാണ്ടായിരുന്നു, അതും കൂടെ അരച്ച് നമ്മൾ നിർത്തി. ഓരോ ചൂട്ടാനാണ് വെക്കണേ എന്നിട്ട് കുറേ നാൾ കൂടിയിട്ട് ഓരോ ചൂട്ടാൻ വെക്കാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടല്ലോ ഓരോ ചൂട്ടാൻ വയ്ക്കാൻ ചേന കൊണ്ടുതന്നെ മോര്, പച്ചക്കറി കടയിലെ മോര് കിട്ടുമ്പോൾ പുളി ഉണ്ടാവും, അതും കൊണ്ടുതന്നെ എന്ന് പറഞ്ഞു വിട്ടേക്കും. ഇവിടെ തൈരുണ്ട്, പക്ഷേ പുളി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൊണ്ടുവരാൻ പറഞ്ഞ് വിട്ടപ്പോൾ ഉണ്ടുള്ളത് നല്ല അടിപൊളി പോവും. കണ്ട എല്ലാം ഒന്നന്തരം മാമ്പഴക്കാളും കിട്ടി. എനിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവള് കഴിഞ്ഞ ദിവസം നമ്മുടെ മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ ആ മാങ്ങ പറിച്ചു വെച്ചിരുന്നു. കുറച്ച് പച്ചമാങ്ങയൊക്കെ എടുത്തു. ബാക്കി മാങ്ങ പഴുത്ത് കിട്ടുമെന്ന് നോക്കാമെന്നുള്ള പരീക്ഷണത്തിൽ വെച്ചിരുന്നതാണ്. എന്തായാലും പരീക്ഷണം വിജയിച്ചു, പച്ചമാങ്ങ പഴുത്തു. അപ്പോൾ അവള് കറി വെച്ചതിപ്പോൾ ഒന്ന് കൊണ്ടുവന്നത്. എന്തായാലും ഞാൻ തേങ്ങ അരച്ച് കഴിഞ്ഞു, ചേന എനിക്ക് വരും ഇപ്പം തന്നെ, പിന്നെ അതുപോലെ മോരും വരും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എൻ്റെ മോര് ചുറ്റാൻ വേറെ വയ്ക്കാം. എന്തായാലും 2 ദിവസത്തേക്ക് ആവുമല്ലോ. അപ്പം പിന്നെ ഇപ്പം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ കോവയ്ക്ക കുറച്ച് ഉപ്പിട്ട് വെച്ചതാണ്. ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്കയുടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഉപ്പിട്ടത്. മീനിനൊക്കെ ഉപ്പിട്ട് കഴുകുമ്പോൾ ഞാൻ കോവയ്ക്ക ഉപ്പിട്ട് കഴുകുക. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതുപോലെ മഴയൊക്കെ ഒന്ന് മാറിയില്ലേ, സമാധാനം. എന്നാലും കുറച്ച് പേര് നഷ്ടപ്പെട്ടു, അതിലൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? ഒരാളെ വിളിച്ചിട്ട് കേട്ടില്ല എന്ന് പറയണായിട്ടില്ലേ, ചെവി കേൾക്കില്ലായിരുന്നു എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നുക. ആ മനുഷ്യനെ വിളിച്ചു, പക്ഷേ അങ്ങനെ കേട്ടില്ല, അത് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അരിയട്ടെ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അരിയണതിന് മുമ്പ് ആദ്യം കടയും തലയും ചെത്തിക്കളയണ്ടേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക അല്ലേ? പിന്നെ എങ്ങനെയാണ് അരിയണേ? എല്ലാവരും അരിയണേ ഇങ്ങനെ തന്നെയാണോ എന്ന് പറയണേ. ഞാൻ വട്ടത്തിലരിയും, നീളത്തിലരിയും, പിന്നെ വേറെ രീതിയിലുണ്ടാക്കും. അതായത് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി തന്നെ ആണെങ്കിലും നല്ല ദിവസം കാണിച്ചില്ലായിരുന്നു ചേന വെച്ചത്. അതുപോലെ ചേന മെഴുക്കുവരട്ടിയല്ല, കുറച്ച് മെഴുക്കുവരട്ടി ആക്കിയിട്ട് ബാക്കി വിഷ്ണുവിന് ഇഷ്ടം, എനിക്കും ഇഷ്ടം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും കുറച്ച് മെഴുക്കുവരട്ടി ആക്കി ബാക്കി നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതും ഉണ്ടാക്കാം, നീളത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണേ. പിന്നെന്താ, ഇപ്പം ഇതിപ്പോൾ നമുക്ക് കത്തി കൊണ്ട് അരിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് അരിയണ്ടേ. എന്തായാലും കത്തി കൊണ്ട് അരിയാണ്ട് ഇതിൻ്റെ കടയും തലയൊന്നും പോയി കിട്ടില്ല. മഴ പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പെയ്യുന്നു. പിന്നെ അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എങ്ങനെ അരിയണേന്ന് കാണാം കേട്ടോ. അപ്പം അരിയണ സാധനം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും തന്നെ ഒരുവിധം എല്ലാവർക്കും തന്നെ ഉള്ളതായിരിക്കും അത്. ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്നുള്ളത് നല്ലതാട്ടോ. ഞാൻ കാണിച്ചു തരാം സാധനം എന്താണെന്ന്. ആദ്യം നമ്മുടെ ഇതിൽ റെഡിയാക്കി വരട്ടെ. ഇതിപ്പോൾ ചോറും അടുപ്പത്തേക്ക് വെച്ചു, ചോറും തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇനിയും വറുത്താൽ മതി. പിന്നെന്താ, ഇപ്പോഴും ചോറ് വറുക്കാൻ അറിയാണ്ട് കൊട്ടയിൽ ഊറ്റുന്നവരൊക്കെ ഉണ്ടോ? എന്തായാലും ഞാൻ കൊട്ടയിലല്ല ഊറ്റുന്നത്, കൊട്ടയിൽ ഊറ്റുക. ഒരുപാട് ചോറൊക്കെ ഉണ്ടെങ്കിൽ കറുത്തിയപ്പടി വെക്കാൻ പാടില്ല നമുക്ക്. ഇതിന് വലിയ കരം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളപ്പോൾ ഞാൻ കൊട്ടയിൽ ഊറ്റും. ഇത് സാധാരണ വാർക്കണ പോലെ വാർക്കുള്ളൂ, കുറച്ചരി കുറവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതേ എല്ലാവരെയും തന്നെ
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോവലൊക്കെ നട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ. ആ കോവലം കാണേണ്ട കാഴ്ച തന്നെയാണ് നിങ്ങൾ, ഒന്നും പറയണ്ട. കോവലം നട്ടു, പിടിച്ചു, കടന്നു കയറി, എല്ലാം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ? അതൊന്നും പറഞ്ഞാൽ രസമാണ്. അപ്പം അത് കാരണം ഒരുപാട് കോവയ്ക്കുണ്ട്. എന്ത് ചെയ്യാനാ, ഒറ്റ കോവയ്ക്ക് കിട്ടിയില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. കണ്ടോ, നമുക്കിങ്ങനെ കോവയ്ക്ക മാത്രമല്ല എന്ത് പച്ചക്കറി വേണമെങ്കിലും അരിയാം, പിന്നെ പീല് ചെയ്യാം. എല്ലാത്തിനും പറ്റിയ ഐറ്റമാണിത്. ഇത് ദീപ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ അനിയത്തിരിക്കുന്നു പറഞ്ഞ അനിയത്തിയാണ്. ബാംഗ്ലൂർ താമസിക്കുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ എത്ര എണ്ണം വേണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്ത് കിറുക്കിറുന്ന് വീഴും. അപ്പം ഞാൻ ഒരു പ്രാണി കയറി നോക്കിലേക്ക് അവനെ ഓടിക്കാൻ പോയതാ. എന്നിട്ട് കേൾക്കണ്ട, പറഞ്ഞ നേരം കൊണ്ട് അരിഞ്ഞ് കഴിയും. അതാണ് ഇതിൻ്റെ ഗുണം. ഞാൻ രണ്ടെണ്ണം വെച്ച് അരിയാറുള്ളൂ, ഒരെണ്ണം വെച്ച് അരിയാറുള്ളൂ. വണ്ണം കൂടുതലാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് അരിയാൻ പാടാൻ നമുക്ക്. വണ്ണം കുറഞ്ഞ കോവയ്ക്കാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ വെച്ച് അരിയാൻ പറ്റും. ഒരെണ്ണം വെച്ച് അരിഞ്ഞാലും പറഞ്ഞ നേരം കൊണ്ട് തരുന്നേ. കത്തിയോട്ട് അരിയണ പോലെയല്ല, കൈ മുറിയിൽ കഴിക്കണ്ട, ഒന്നുമില്ല. ഇത വഴി നീളണ്ട, പറഞ്ഞ നേരം കൊണ്ട് അരിഞ്ഞില്ല. പിന്നെ എന്താ, ഇപ്പൊ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പഴുത്തട്ടൊക്കെ ഉണ്ട്, എന്ത് കുഴപ്പമില്ല. പഴുത്തെന്ന് വെച്ചിട്ട് അങ്ങനെ അട്ടുപോയിട്ടൊന്നുമില്ല. ഞാനിത് അതിനൊക്കെ അടുത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, നല്ല പാകത്തിന് ഘനത്തിന് പറഞ്ഞ നേരം കൊണ്ട് അരിഞ്ഞെടുത്തു. ഇതാണ് ഇതിൻ്റെ ഗുണം. അപ്പം ഇവന് ഇനി മുൻപറ്റിയൊക്കെ ഇതുവരെ എൻ്റെ ചേനയും മോരും എത്തിയിട്ടില്ല. എത്തട്ടെ, സമാധാനമുള്ള കാര്യമാണ്. കുക്കറിലേക്കിട്ട് റെഡി അടിച്ച് കഴിഞ്ഞാൽ ചേന എന്തോളൂ. പിന്നെന്താ, ചോറ് വേവായിട്ടില്ല. പിന്നെ ദോശമാവ് ഞാനിത് പുറത്ത് വെച്ചിരിക്കുക. ഒന്ന് കുളിച്ച് കിട്ടിക്കോട്ടെ. എനിക്ക് നല്ല ഒന്നാം തരം മാവട്ടോ. ഞാൻ അരച്ചതാകൊണ്ട് പറയല്ല, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അരിയുടെ ഉഴുന്നിൻ്റെയൊക്കെ അളവ്. ആ അളവിന് അരച്ച് അടിപൊളി മാവ് കിട്ടി. നല്ല വായിലിട്ട വിഴുങ്ങി പോണ രീതിയിലുള്ള അത്ര സോഫ്റ്റ് ഇഡലി. അപ്പോൾ എല്ലാവരും അതേപോലെയൊക്കെ പാകത്തിന് അരി ഉഴുന്ന് ഇട്ടിട്ട് അരച്ചു നോക്കുമ്പോൾ നല്ല ഇഡ്ഡലി കിട്ടും. പലരും പറയണേക്കാം ദോശയാണെങ്കിൽ നല്ല അടിപൊളി ദോശ, ശരിയാവുള്ള അരി ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. ആ അരി ഉഴുന്നിൻ്റെയും മെഷർമെൻറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ശരിയാവാണ്ട് വന്നത്. പിന്നെന്താ, ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇത് ചീഞ്ചട്ടി എടുക്കണം. പിന്നെ എങ്ങനെയാണ്, പച്ചമുളക് ഇടണോ മുളക് പൊടി ഇടണോ എന്ത് വേണമെന്ന് ആലോചിക്കാം. രണ്ടും ഇടാം, രണ്ടും കൂടെയും ഇടാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ മിക്കവാറും മുളക് പൊടി ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നീളത്തിൽ അരിയുമ്പോൾ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചമുളകും കോവയ്ക്കാൻ തിരിച്ചറിയില്ല. എരിവ് പറ്റാത്തവരാണെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ നന്നായി പോകും. എന്താണെന്നറിയോ, രണ്ടെണ്ണം ഇതിൻ്റെ അടിയിൽ കിടന്നിരുന്നു. മീതെ ഇങ്ങനെ അരിഞ്ഞ് വന്നപ്പോൾ ആ ഇട്ട പാത്രത്തിൽ തന്നെ അരിഞ്ഞ് വന്നത്. അപ്പോൾ അടിയിൽ കിടക്കില്ല, ഞാൻ കുറഞ്ഞു നോക്കിയില്ല. എന്തായാലും നമുക്ക് മുളക് പൊടി ഇട്ട് തന്നെ ഉണ്ടാക്കാം അല്ലേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെന്താ വെളിച്ചെണ്ണയോ ഓയിലോ എന്താ ചൂട്. എന്നും വെജിറ്റേറിയൻ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവില്ല. നോൺ വെജിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ട്, രാമായണം ആയതുകൊണ്ടാണ് നോൺ വെജ് ഞാൻ എടുക്കാത്തത്. കർക്കിടകത്തിലൊക്കെ കൂട്ടണം നല്ലതാണെന്ന് പറയണത്. പക്ഷേ എനിക്കെന്തോ രാമായണം ആയതുകൊണ്ട് എടുക്കാൻ തോന്നുന്നില്ല. അപ്പം ഇവർ പുറത്തുനിന്നൊക്കെ കഴിക്കാതായി, അതാണ്ട് വീട്ടിൽ വയ്ക്കാറില്ല. ഇപ്പം കർക്കിടകം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് നോൺ വെജിലേക്ക് കിടക്കാം. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഓണം എത്തും. കർക്കിടകത്തിൽ തന്നെയാണ് അത്തം തുടങ്ങുന്നത്. അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ടാണ് നോൺ വെജിലേക്ക് കിടക്കുക.
കാരണം കർക്കിടകം 30 അർത്ഥം. അപ്പോൾ ഇനിയും ചോറിൻ്റെ അടുപ്പ് മാറ്റട്ടെ. ആ അടുപ്പത്തേക്ക് നമ്മുടെ കോവയ്ക്ക് വയ്ക്കട്ടെ. വേഗം വേവണ അരിയാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പിന്നെന്താ, അപ്പോൾ അവയിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടേ, ഇട്ടാൽ പോരല്ലോ അല്ലേ. പിന്നെ ഓണം പർച്ചേസിങ്ങൊക്കെ തുടങ്ങിയോ? തുടങ്ങാനായില്ല അല്ലേ. എനിക്ക് ഓണം പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓണത്തിന് ഇപ്പോൾ പുതിയതൊന്നും എടുക്കാറില്ല. പണ്ടൊക്കെ എടുക്കുമായിരുന്നു, രസമല്ലേ. ഇപ്പം അത് ആ രസമൊക്കെ പോയി. പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ആരെങ്കിലും തന്നാൽ അതായി. അതല്ലാണ്ട് ഞാനായിട്ട് ഓണത്തിന് വാങ്ങിക്കുന്ന ഒരു പണിയൊന്നുമില്ല. എന്നോട് വാങ്ങിച്ചോന്ന് പറയും, ഞാൻ പറയും വേണ്ട. അപ്പോൾ ഞാൻ പറയും എന്നാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയും. എനിക്കും വേണ്ട. വേണ്ടാന്ന് മനഃപൂർവ്വം വാശിയല്ല കേട്ടോ. എവിടെ എന്തിനാ ഓണത്തിനൊക്കെ എടുത്തിട്ട് എവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ട് എന്നതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല ഇങ്ങനെ ദിവസവും മാറിവിടുന്ന ജോലിക്ക് പോകണവരാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് കാര്യമുണ്ട്. ജോലിക്കൊന്നും പോകുന്നില്ല, പിന്നെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ട് തന്നെ ഉള്ളത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാത്ത. എന്നാലും ചില അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അവനവിടെ ഇരിക്കട്ടെ, ഇവരിവിടെ കിടന്ന് വേവട്ടെ. എൻ്റെ ചേന എത്തിയിട്ട് കാണാം എങ്ങനത്തെ ചേന എന്താണെന്നൊക്കെ. അപ്പോഴുണ്ടല്ലോ ഞാൻ എവിടെയാച്ചാൽ നമ്മൾ നിർത്തി ചേന വെച്ചെന്ന് പറഞ്ഞു. എല്ലാം ഒന്നും ചേന കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ചിങ്ങമാസമല്ലേ, ഞാൻ ചേന പുതിയ ചേന പറിക്കുന്ന സമയമാണ്. അപ്പോൾ നല്ല ചേന കിട്ടും, വെണ്ണ പോലെ വേവുകയും ചെയ്യും. പക്ഷെ ചേന കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഉണ്ടല്ലോ ഇതാ കായ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. എനിക്ക് അതിൻ്റെ തൊണ്ട് ഇഷ്ടം കേട്ടോ. തൊണ്ട് എടുത്തിട്ട് തോരനും വെച്ച് മറ്റാൽ നല്ലതാണ്, പൊരിച്ച് ചെയ്ത് പറഞ്ഞൊക്കെ വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ ചിപ്സ് ഇതാ എനിക്കിഷ്ടമുണ്ട്. ഉള്ളിലത്തെ കായ എനിക്കിഷ്ടമല്ല. അപ്പോൾ എന്തിനാ ഓരോ ചുറ്റാത്തിൽ ചേനയും കായ ഇടുമല്ലോ, അതിന് വേണ്ടിയിട്ടുണ്ട്. നമ്മളൊരു കഷ്ണം ഇടാൻ തയ്യാറെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഞാൻ പറഞ്ഞു വിടാത്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോളിഫ്ലവർ, മാമ്പഴം. കോളിഫ്ലവറിനൊപ്പം ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ, അത് പറയണ്ടല്ല കൊണ്ടുവന്നിട്ട്. പിന്നെ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊതുവുള്ളത് പ്രശ്നം എല്ലാവരും പറയും. അതിൻ്റെ എളുപ്പമാർഗം എന്താണെന്ന് പറയും. ഒന്ന് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ വെറുതെ നിലത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ കുറുമ്പ് കയറിയിട്ട് ആ കുറുമ്പിനെ തിന്നുകൊണ്ട് പോകും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുറുവ് എന്തെങ്കിലുണ്ടെങ്കിൽ അത് ഒന്നര വഴിക്ക് പോയിട്ടുണ്ടാവും. കുറുമ്പൊക്കെ സ്ഥലം എന്നിട്ട് നമ്മൾ കുറച്ച് കഴുകി വൃത്തിയാക്കിയിട്ടത് നമുക്ക് റെഡിയാക്കിയാൽ മതി. 1:30 പോകണം, അതിന് മുമ്പ് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. തക്കാളി തന്നെ ഞാൻ പറഞ്ഞു വിട്ടതാണ്, ഒന്നല്ല മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോവയ്ക്ക് റെഡിയാവുന്നുണ്ട്. ഒക്കെ ഉണ്ടല്ലോ 1:30 അല്ലെങ്കിൽ 1:45 തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി വേഗം അങ്ങോട്ട് ആക്കാൻ നോക്കാം. പിന്നെ എന്താ ചേന മേൽക്കൊത്തി ഒരു കഷ്ണം എടുക്കാൻ വേണമെങ്കിൽ നാളേക്ക് ചേനയും കൈ കൂടെ മേൽക്കൊത്തിയാക്കാം. പച്ചനിയും കൂടെ വേണം, എന്നാലാണ് ആ യോജിപ്പാവുള്ളൂ. ചേനയും കായും മേൽക്കൊത്തി ഇടുക. പച്ചനിയും ചേനയും കായുള്ളൂ. അതിൻ്റെ സീസണാണിതല്ലോ ഇവിടെ. ചിങ്ങമാസം ആയിട്ടെങ്കിലും അതിൻ്റെ സീസണിലേക്ക് കടന്നു. അപ്പം ഈ പുതുച്ചേന മുറിക്കുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കുറയും. എനിക്ക് ഭയങ്കരമായി കൈ കുറയും. അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൈ പറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീര് നമ്മുടെ കയ്യിലേക്ക് ഇറങ്ങില്ല. നീര് കയ്യിലേക്ക് ഇറങ്ങുകൊണ്ടാണല്ലോ നമുക്ക് കൈ ചൊറിയുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ കടവിൽ കൊടുത്തിട്ട് നമ്മൾ ചേന മുറിക്കുകയാണെങ്കിൽ നമുക്ക് കൈ ചൊറിയില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും തിരക്ക് പിടിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇത് ഇപ്പോഴും അടുത്ത് തന്നെ, എന്നാലും തിരക്കിയില്ല. അപ്പം ഇങ്ങനെ തുണ്ടം ആക്കിയിട്ടിട്ട് മുളകിട്ടാനാണ്. പിന്നെ ഉണ്ടല്ലോ ചിലത് മുളകിട്ടാൻ വയ്ക്കുന്നത് വെളുത്തുള്ളി ചേർക്കണതാണ്. വെളുത്തുള്ളി ചേർക്കരുത് കേട്ടോ. വെളുത്തുള്ളി മുളകിട്ടാൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കളയും. അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ ഓരോ നാടിൻ്റെ ഓരോ രീതികളുണ്ടാവും, അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ എനിക്ക് ചേർക്കണത്. പക്ഷേ ശരിയായ മുളക് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെളുത്തുള്ളി ചെയ്തില്ല. ഇതിലൊക്കെ ഞാൻ കണ്ടു അരച്ചോ വെളുത്തുള്ളി ചേർത്തിട്ട് മുളക് കൂട്ടാൻ പറ്റുന്നത്. അതേപോലെ അവിയലിൽ വെളുത്തുള്ളി ചേർക്കുന്നത് അതൊന്നും ചേരാത്ത സംഭവമാണ് വെളുത്തുള്ളി എന്ന് പറഞ്ഞത്. ഇതിലും വെളുത്തുള്ളി അല്ലാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് ചേർക്കുമല്ലോ. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അതൊരു രസമില്ല എന്തായാലും. ഓക്കെ, നമുക്ക് ഇവിടെ വെളുത്തുള്ളി ചേർക്കില്ല. പിന്നെ കാളനായിട്ട് വയ്ക്കാം. ഇത് കാളനല്ല മുളക് കൂട്ടാനായിട്ട് വയ്ക്കണേ. അതായത് ഒഴിച്ചു കൂട്ടാൻ പോലെ. കാളെന്ന് പറയുമ്പോൾ കുറുക്ക് കാളനായിട്ട് കുറുക്കി വയ്ക്കാം. അതിന് സമയമൊക്കെ എടുക്കും.
പറ്റിച്ചൊക്കെ എടുത്ത് തന്നെ. അപ്പോൾ ഞാൻ അത്രയും ചേന എടുക്കുള്ളൂ, അത്രയും ചേനയുടെ ആവശ്യം നമുക്കുള്ളൂ. പിന്നെ ഇത് കഷ്ണം കായം കൊണ്ട് തന്ന സ്ഥിതിക്ക് ഇട്ടേക്കും. കായ മുറിച്ചിട്ടാക്കാൻ ഇടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് ഇടുക. അതിന് മെഴുകുവറ്റിട്ടൊന്നും തൊണ്ട് കളയില്ല. പിന്നെ ചിപ്സൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കായ കൊണ്ട് എല്ലാവരും തോരനൊക്കെ വെച്ചില്ലേ, ഞാൻ വയ്ക്കാറുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യാം. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് മുറവിച്ചിട്ടതിൻ്റെ ചേരുവകൾ. ശരിക്കും അതൊക്കെ ചേർത്ത് വേവിച്ചിട്ട് നമ്മുടെ പാകത്തിന് പുളിയുള്ള മോരും തേങ്ങയും പച്ചമുളകും കരിവേപ്പിലയും ജീരകവും പോലെ നല്ലപോലെ വെള്ളം പോലെ അരച്ചിട്ട് അതും ചേർത്ത് കടുക് വറുക്കുക. മോരൊഴിച്ച് തിളയ്ക്കരുത് കേട്ടോ, മോരും ചേർത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ചേർത്ത് ലാസ്റ്റ് മോര് ചേർക്കുക, അപ്പോൾ പിന്നെ മോര് തിളക്കില്ലല്ലോ. അപ്പോൾ മോരുണ്ട്, പുളിയൻ മോര് 25 രൂപ എത്രയും മോരിന്. ഈ മോര് വേണ്ടി വരും നമുക്ക് കറിയിലേക്ക്. അപ്പോൾ ഇത് കഴുകിയിട്ട് വട്ടെ. ഇതോ വലിയ ചേർത്തിട്ടൊന്നും തോന്നാനില്ല, കുറച്ച് കഴിയുകയാണോ വരികയെന്നറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ചേന എടുത്ത് ഉടനെ കൈ കഴുകാൻ കേട്ടോ, ഉടനെ കൈ കഴുകിയാൽ പോയി. കവിയിട്ട് കഴുകി കഴിഞ്ഞാൽ മതി ചേനത്തെ, അങ്ങനെ വരുമ്പോൾ അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നും നീണ്ടു പോകണമെന്ന് ഉണ്ടാവും അല്ലേ, നീണ്ടു പോകണമെന്ന് ഉണ്ടാവും. ഭർത്താനം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. പിന്നെന്താ, ഇടണ സമയം രാവിലെ 11 മണിയാകുമ്പോഴേക്കാണ് ഇന്ന് ഇടണം. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാം. വൈകുന്നേരം ആക്കണമെങ്കിൽ വൈകുന്നേരം ആക്കാൻ നോക്കാം. ഇടുന്നത് വീഡിയോ 7 മണിക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാമല്ലോ. ഏതാ നല്ല സമയം നിങ്ങൾ തന്നെ പറയണേ. ആരും അഭിപ്രായം ഒന്നും അറിയിക്കണ്ട, കണ്ടുപോകണതല്ലാണ്ട്. എന്താ അത് ഒന്ന് അറിയിക്കുമോ? അപ്പോൾ എന്തെങ്കിലും കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ, കുരുമുളക് പൊടി ഇടണമല്ല ഞാൻ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. പിന്നെ വെയിലെടുത്ത് വെച്ചിരിക്കുന്നത് രസം വേണം. പിന്നെ അവൻ മുളകിട്ടാൻ കൂട്ടില്ല, അപ്പം രസം ഇരുന്ന് തീർന്നു. പുതിയ രസം വയ്ക്കണം. അത് ഇത്തിരി കുരുമുളക് വേണം രസത്തിന്, പക്ഷേ രസം കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അധികം അർത്ഥങ്ങളില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ. കുറച്ച് തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കറണ്ട് പോയിട്ട് വേണ്ട, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അരച്ച് വെച്ചത് നേരത്തെ. ഇതിനെയൊക്കെ മാറ്റാം. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ടിട്ട് അങ്ങോട്ട് കാണുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ടിട്ട് അങ്ങോട്ട് ജസ്റ്റിന് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ റെഡിയാക്കട്ടെ. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്, വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞ് ബാക്കി കൂട്ടൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ.